ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഞായറാഴ്ച ഇവിടെ ചാലക്കുടിയിൽ ക്രിസ്മസിൻ്റെ സമയത്തൊരു മാജിക് ലാൻഡ് ഇങ്ങനെ മറൈൻ എക്സ്പോ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളുകളായെങ്കിലും അതിനൊരു അവസരം കിട്ടിയില്ല. അപ്പോൾ നമ്മളിന്ന് അത് കാണാൻ വേണ്ടി പോവുകയാണ്. സ്കൂട്ടറിനായിരുന്നു പോയത്. ആദ്യം നമ്മൾ പള്ളിയിൽ പോയി വൈകുന്നേരം. അതിനുശേഷം നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് കട്ടനും പുട്ടിലും പോയി. റയാന് കട്ടനും പുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അതേ സമയം കട്ടനും പൊട്ടിപ്പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ കട്ടനും പുട്ടിലും പോയി ഒരു ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ അത് കാണാനായിട്ട് പോയി. മാജിക് ലാൻഡ് എക്സ്പോ എന്നായിരുന്നു അതിൻ്റെ പേര്. പറഞ്ഞപ്പം മറൈൻ എക്സ്പോ എന്നായിപ്പോയി. പക്ഷേ കുറേ ഒട്ടകങ്ങളും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാർ, പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. പക്ഷെ ഇതിൻ്റെ അവരുടെ ഇത് തീരാറായായിരുന്നു. ലാസ്റ്റ് ദിവസങ്ങളിലായിരുന്നു നമ്മൾ കാണാൻ പോയത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇങ്ങനെ കുറേ മീനുകളും പിന്നെ പലതരത്തിലുള്ള മറ്റേ മിക്കി മൗസിൻ്റെയും ആനയുടെയും ഒക്കെ രൂപമൊക്കെ വെച്ച് ഇങ്ങനെ ആൾക്കാർ അതൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് നല്ല രസമായിരുന്നു. റയാൻ അതെല്ലാം കണ്ടിട്ട് ഭയങ്കര ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നാണമൊക്കെ വന്ന് നിൽക്കുമായിരുന്നു. അവനിങ്ങനെ പരിചയമില്ലാത്തവരെ ആദ്യം കാണുമ്പോൾ ഭയങ്കര അവനങ്ങനെ അടുത്തൊന്നും പോകില്ല. അവനതെല്ലാം കണ്ടു നിൽക്കുമായിരുന്നു. ഇവിടെ കുറേ പിള്ളേർ അവരൊക്കെ ആയിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോന്നു കഴിയുമ്പോഴാണ് മീനുകളുടെ അക്വേറിയം വെച്ചിരിക്കുന്നത്. അത് പലതരത്തിലുള്ള നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാത്ത തരത്തിലുള്ള കുറേ മീനുകളുണ്ടായിരുന്നു. അങ്ങനെ കണ്ടുപോകാൻ നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ അത് കാണുമ്പോൾ നല്ല ഒരു എൻജോയ്മെൻറ്റ് തോന്നും. പിന്നെ ഇവിടെ ആ മീനുകളൊക്കെ ഉണ്ടോ, അവർ ചത്താണോ ജീവനുള്ളതാണോ എന്ന് മനസ്സിലായില്ല കേട്ടോ. എല്ലാ എണ്ണം ഇങ്ങനെ കൂട്ടം വെപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ, പലതരത്തിൽ. ഇങ്ങനെ കുറേ നടക്കാനുണ്ട്, നടന്ന് കാണണം. പിന്നെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ കുറച്ചങ്ങ് എത്തി കഴിയുമ്പോൾ ടണൽ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ 2-3 ടണലുകളുണ്ടായിരുന്നു. അതിങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ടണലിൻ്റെ അകത്തോട്ട് നടന്നു പോകുമ്പോൾ മേളിലും സൈഡിലും എല്ലാം മീനുകൾ അതെല്ലാം കണ്ട് ഇങ്ങനെ നോക്കി നടപ്പുണ്ടായിരുന്നു. റയാൻ അതെല്ലാം തൊടാൻ നോക്കുമായിരുന്നു. അവനതെല്ലാം ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. 2-3 ടണലുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ടണലാണ്. ടണലിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ മത്സ്യകന്യയുടെ അടുത്തോട്ടാണ് എത്തിയത്. മത്സ്യകന്യക വെള്ളത്തിൻ്റെ അകത്തിരുന്ന് കുറേ ആക്ഷൻസും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. റയാൻ മത്സ്യകന്യകയുടെ അടുത്ത് ചെന്നപ്പോൾ മത്സ്യകന്യക ഒരു ടാറ്റു കൊടുത്തു. അപ്പോൾ റയാന് പേടിയായിട്ട് റയാൻ പുറകോട്ട് തിരിച്ചു വന്നു. ആ പെൺകൊച്ചാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പലതരത്തിലുള്ള പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെയുള്ളവരുടെ
ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം നല്ല പലതരത്തിലുള്ള തത്തകളും കാണാൻ പറ്റി. എന്തോരം വെറൈറ്റി തത്തകളായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട് തത്തകളെല്ലാം. വേണ്ട പോന്ന് കഴിയുമ്പം മെക്കാവോ, പിന്നെ പാമ്പ്, പിന്നെ ഇഗ്വാന, ഇവരെയൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മെക്കാവോനെ വെച്ചിട്ട് എന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇനി പാമ്പിനെ വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം പേടി. അത് കഴിഞ്ഞ് പിന്നെ ഇഗ്വാനേനെ കൈ പിടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നടക്കുമ്പോൾ വീണ്ടും പക്ഷികൾ തന്നെയായിരുന്നു, പലതരത്തിലുള്ള തത്തമ്മകളുണ്ട്. പിന്നെ എലികളെ കണ്ടു, പലതരത്തിലുള്ള എലികൾ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹലുവ, പിന്നെ പുസ്തകങ്ങൾ, പിന്നെ ഡ്രസ്സുകൾ, കമ്മലുകൾ, അങ്ങനെ ഓരോന്നിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേരൊക്കെ പറ്റിയ. ഇവിടെ സൈഡിൽ ഞങ്ങൾ വന്നപ്പം 7 റിങ്ങിട്ട് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് 7 റിങ്ങിടാം. അപ്പം റിങ്ങിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ സാധനങ്ങൾ എടുക്കാം. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഭാഗ്യം കൊണ്ട് ഒരെണ്ണം പോലും വീണില്ല, എല്ലാം ഭയങ്കര കറക്റ്റായിട്ട് വീണുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ മറൈൻ എക്സ്പോ കഴിഞ്ഞ് ഇറങ്ങിയാണ്. എക്സ്പ്ലോർ ചെയ്തിട്ട് എന്താ ഇഷ്ടപ്പെട്ടോ? ഇഗ്വാനനെ കൈ വെച്ച ഒരു എക്സ്പീരിയൻസ് എല്ലാം പറയണ്ടോ? പൊളി റയാൻ ഇഷ്ടായോ? റയാൻ ഇഷ്ടായോന്ന് പറ. ഇഷ്ടായോ? എൻട്രൻസിന് അവിടെ ഒട്ടക സവാരിയും കുതിര സവാരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കുറേ ആൾക്കാർ അതിലൊക്കെ കയറി പോകണമുണ്ട്. പിന്നെ നമ്മളങ്ങ് പോന്നു. ചാലക്കുടിയിലുള്ള ടക്കാശി മന്തി വന്ന് ഒരു മന്തിയും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.